ഇപ്പോൾ പറഞ്ഞില്ല സിനിമയുടെ ഇത്രയും പ്രഷർ നിൽക്കുമ്പോൾ എന്താണ് വിൽസൺ ചേട്ടൻ സാന്ദ്രയുടെ വഴിക്ക് വിടുമോ അതോ നമുക്ക് ശരിയാക്കാം അങ്ങനെ പറഞ്ഞു വരുമോ? എന്നെ എൻ്റെ വഴിക്ക് വിടാറാണ് അതാണ് സേഫ് എന്ന് മനസ്സിലായി. അതാണ് സേഫ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ചില സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ഇത് സീരീസ് ഒക്കെ കണ്ടോണ്ടിരിക്കും. അപ്പൊ സീരീസ് ഇങ്ങനെ വിടാതെ കണ്ണെടുക്കാതെ കണ്ടോണ്ടിരിക്കും. ഞാൻ നിർത്തി കഴിഞ്ഞാൽ അപ്പം എൻ്റെ അയ്യോ അത് അവിടെ പൈസ കൊടുക്കാനുണ്ട്, ഇവിടെ പൈസ കൊടുക്കാനുണ്ട്, ഇങ്ങനെ ചെയ്യാനുണ്ട്, അങ്ങനെ ചെയ്യാനുണ്ട്, അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനുണ്ട്, ഇതെല്ലാം കൂടെ വരും. അപ്പം അതെല്ലാം കട്ട് ഓഫ് ചെയ്തിട്ട് ഞാനിരുന്ന് സീരീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറയും നീ ഇതൊന്ന് നിർത്ത്, ഇടയ്ക്ക് ഒന്ന് നിർത്തുന്നൊക്കെ പറയും. പിന്നെ എത്ര ദിവസം കണ്ടിന്യൂസ് അങ്ങനെ ഞാനൊരു 10-15 ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കണ്ടു. അത് നിർത്തി കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഓർമ്മ വരും. അതായത് നമ്മുടെ മൈൻഡ് തന്നെ നമ്മൾ ഒരു വിധത്തിൽ ഇത് കട്ട് ചെയ്യുന്ന ഒരു രീതി, അത് മനസ്സിലായോ? നമ്മൾ ഈ റോം കോംസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കത്തില്ല, വേറെ ഒന്നും ചിന്തിക്കാതെ. അല്ലെങ്കിൽ ഇതങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ അപ്പം ടെൻഷനാ, അയ്യോ അവർക്ക് പൈസ കൊടുക്കാനുണ്ട്, ഇവർക്ക് പൈസ കൊടുക്കാനുണ്ട്, ഇങ്ങനെ ചെയ്യാനുണ്ട്, അങ്ങനെ ചെയ്യാനുണ്ട്, ഇത് ഇങ്ങനെ ഇറക്കണം, അങ്ങനെ ഇറക്കണം, ഇത്രയും എഡിറ്റ് ചെയ്യാനുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, പടം വിൽക്കണം, പല പല ടെൻഷൻസ് അല്ലേ. രണ്ട് ചെറിയ സ്ത്രീകളെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് തങ്കക്കുൽസുകൾ അമ്മയുടെ ഈ തിരക്കുമായിട്ട്? എനിക്ക് തോന്നുന്നു സാന്ദ്ര അവരുടെ വരവിന് ശേഷം ചെയ്ത രണ്ടാമത്തെ സിനിമയാണ് ഇതല്ലേ? അപ്പം എങ്ങനെയാണ് ഈ തിരക്കുകളുമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കാരണം അവരെ വളരെ എപ്പോഴും സാന്ദ്രയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഞാൻ ചിലപ്പോൾ എനിക്കൊന്നും അങ്ങനെ പറ്റുന്നില്ല കുട്ടികളെ ഇത്ര ഫ്രീഡത്തിൽ വളർത്താനായിട്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ തിരക്കുകൾ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? എനിക്ക് എൻ്റെ കാര്യത്തിൽ ഏറ്റവും അഭിമാനമുള്ള കാര്യം ഞാൻ സൂപ്പർ മദറാന്നുള്ളതാണ്. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും വീണാലോ അല്ലെ ഇത് ചെയ്യാലോ ഒന്നും എനിക്കൊരു ടെൻഷനും ഇല്ല. അവർ വീഴട്ടെ, അവർ വീണ് പഠിക്കട്ടെ എന്നുള്ളൊരു ഇതല്ല. എനിക്ക് അതിലൊന്നും ടെൻഷൻ ആവില്ല. ഇപ്പൊ പിള്ളേർ എവിടെയെങ്കിലും തട്ടി വീണു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവര് സാധാരണ കുട്ടികൾ വീണ് കഴിഞ്ഞ ഉടനെ കരയല്ല, അമ്മേനെ നോക്കും, തിരിഞ്ഞിരുന്ന് നോക്കും, അങ്ങനെയൊക്കെ ഇല്ലേ. എൻ്റെ പിള്ളേർക്ക് അറിയാം, അവർ യൂസ്ഡായി. വീണ എഴുന്നേറ്റ് പോവാ, പൊടിയും തട്ടി പോവാ, അവർ പോയി വീണ്ടും കളിച്ചോടും. അത് ചില എനിക്കൊന്ന് തങ്കക്കുൽസിന്റെ വീഡിയോസിലൊക്കെ അങ്ങനെ തന്നെ അവര് ഭയങ്കര ഇതായിട്ട്. ഞാനൊക്കെ ആണെങ്കിൽ ദൈവമേ തട്ടല്ലേ മുട്ടല്ലേ ഇങ്ങനെ നോക്കി ഭയങ്കര ഹെലികോപ്റ്റർ പാരന്റിങ്ങിന്റെ ആളാണെന്ന് തോന്നുന്നു. പക്ഷെ അത് സാന്ദ്രയിലൊരു അപ്പം ഞാൻ ചോദിച്ചത് ഈ തിരക്കുകൾ ഇപ്പം ഈ സിനിമ ഭയങ്കര ഒരു തിരക്ക് പറഞ്ഞില്ല, പല പല മാറി വരുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പം തങ്കക്കുൽസ് എന്താണ് പറഞ്ഞത് അമ്മ ഈ സിനിമയുടെ തിരക്കിനിടയിൽ? ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഇനി കുറച്ച് നാൾ സിനിമ ചെയ്യണ്ട. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ? ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കാൻ അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ ഫോണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കാം. അവർ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കാം, ഇനി അമ്മ സിനിമ ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു അമ്മ അഭിനയിക്കണം എന്ന് പറഞ്ഞു. ആടിനകത്ത് സീൻസ് അവർ കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ്. സിനിമ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, സാന്ദ്രയുടെ സിനിമ എൻ്റെ സീൻ മാത്രം. അപ്പം അമ്മ അഭിനയിക്കണം. ഞാൻ പറഞ്ഞത് നോക്കട്ടെ, ഞാൻ അഭിനയിക്കാം എന്നൊക്കെ. ഇവിടെ ഞാൻ വന്നപ്പം ഇത് സാന്ദ്രയുടെ വീട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും ഭയങ്കര വൃത്തിയായിട്ടും വെച്ചിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ സാന്ദ്രയുടെ കുറേ അവാർഡുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് 2 കുഞ്ഞു മക്കളുള്ള വീടാണ്. അപ്പോൾ ഇവിടെ OCD ഉള്ള മറ്റൊരാളുണ്ട്. നമ്മളിപ്പോൾ വന്ന് ചിരിച്ചിട്ട് പോയി. വിൽസൺ ചേട്ടൻ എങ്ങനെയാണ് പറയുന്നത്? കാരണം പുള്ളി ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളെ ആയിരുന്നില്ല. എങ്ങനെയാണ് സാന്ദ്രയുടെ ഈ തിരക്കുകളും സിനിമ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ എങ്ങനെയാണ് വിൽസൺ ചേട്ടൻ്റെ ഒരു സപ്പോർട്ട്? എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ OCD ഒരു പ്രശ്നമാണ്. അതൊരു നല്ല കാര്യമല്ല കേട്ടോ. അത് എപ്പോഴും ഇങ്ങനെ നീറ്റ് ക്ലീൻ, ഒരു സാധനം അനങ്ങാൻ പാടില്ല, ഒരു പില്ലോ അനങ്ങാൻ പാടില്ല. ഇപ്പൊ തന്നെ ഈ വീട് നോക്കി 2 കുഞ്ഞുങ്ങളുള്ള വീടാന്ന് പറയില്ല. ഒരു മതിലേൽ ഒരു സ്ക്രാച്ച് പോലും കാണൂല. അല്ലെ സാധാരണ കൊച്ചുങ്ങളുള്ള വീട്ടിൽ എല്ലായിടത്തും പടം വരച്ചിട്ടുണ്ടാവും, അതുണ്ടാവും ഇതുണ്ടാവും. ഇതങ്ങനെ ഒന്നും ഉണ്ടാവൂല, അവർക്ക് പേടി ചെയ്യൂല. അപ്പൊ അതിനും കൂടെ എൻ്റെ വീട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. എവിടെ വേണേലും വരയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ അപ്പം അവരവിടെ പോകുന്ന സമയത്തും വടക്കഞ്ചേരിയിൽ പോകുന്ന സമയത്തും അവർ പാടത്ത് കളിക്കുന്നു, പുഴയിൽ കുളിക്കുന്നു, എല്ലാം ഓടി നടക്കുന്നു, ഇതിന്ന് എല്ലാം ചെയ്യും. പിന്നെ ഇവിടെ ഈ മൺഡേ ടു ഫ്രൈഡേ സ്കൂളിൽ പോകുന്ന ഒരു സമയം മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. എൻ്റെ മമ്മിയുടെ അടുത്ത് ഞാൻ അടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മമ്മി ഒരു വൈകുന്നേരം ആകുമ്പോൾ ഉടനെ ചോറും എടുത്ത് കുറച്ച് കറി എടുത്ത് എല്ലാം എടുത്ത് ഉരുട്ടി കൊടുക്കാനായിട്ടിരിക്കും. എനിക്ക് ഇഷ്ടമല്ല അത്. അവർ തന്നെ കഴിക്കട്ടെ, അവർ തന്നെ മീൻ ഉള്ളി എടുത്ത് അവർ കഴിക്കട്ടെ. എനിക്കതാ ഇഷ്ടം, എനിക്ക് അത് കാണുന്നതാണ് ഇഷ്ടം.
അല്ലാതെ വേറൊരാളുടെ സപ്പോർട്ടിൽ നിന്ന് അവർ ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുന്നത് വലുതായാലും ഇപ്പം ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യം ഞാനിപ്പോൾ സിറ്റിയിലും താമസിക്കുന്നുണ്ട്, നാട്ടും പുറത്തുണ്ട്. എനിക്ക് രണ്ട് ലൈഫ് ഒരേപോലെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഇതാ. ഈ രണ്ട് സ്ഥലത്തും, അതായത് ഗ്രാമപ്രദേശങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടതെന്ന് പറഞ്ഞാൽ ഭൂമിയെ കുനിഞ്ഞ് പുല്ല് പറിക്കാത്ത പിള്ളേരാണ് അവിടെ ഉള്ളത്. ഒരു പണിയെടുക്കത്തില്ല. അച്ഛനും അമ്മയും മരണപ്പണിയാണ്. അച്ഛനും അമ്മയും പുല്ല് പറിക്കാൻ പോകുന്നു, പശുവിനെ കറക്കാൻ പോകുന്നു, അതിന് പോകുന്നു, ഇതിന് പോകുന്നു, കൂലിപ്പണിക്ക് പോകുന്നു, അതിന് പോകുന്നു. പിള്ളേർ ഇപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടി വിയുടെ മുന്നിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് കഴുകി വെക്കുകയല്ല, ഒരു സാധനം ചെയ്യത്തില്ല, കഴിച്ച പാത്രം കഴുകത്തില്ല, ഒരു തുണി അലക്കിയിടത്തില്ല, ഒന്നും ചെയ്യത്തില്ല, ഒരു കാര്യവും ചെയ്യത്തില്ല. അതിപ്പോൾ സിറ്റിയിലെ കുട്ടികൾ പിന്നെയും കുറച്ചുകൂടെ ഭേദമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ നമുക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ പോലും പറ്റൂല. ഈ കൂടുതലും വില്ലേജിലുള്ള കുട്ടികളാണ്. അതായത് അച്ഛനും അമ്മയും അവരെ പൊന്നുപോലെയാണ് നോക്കുന്നത്. പൊന്നുപോലെ നോക്കി ഇതെന്നറിയാം, ഡാമേജ് ആണത്, ഭയങ്കര ഡാമേജാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന. ആ കുഞ്ഞുങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അറിയാൻ മേല, ഒരു കാര്യവും ചെയ്യത്തില്ല. എവിടെ പോയാലും അപ്പം അവർക്ക് എക്സ്പോഷറും കിട്ടിയിട്ടില്ല എന്ന് ആലോചിക്കണം. ഈ പുറം ലോകം കണ്ടിട്ടുള്ള എക്സ്പോഷറും ഇല്ല. വീട്ടിൽ തന്നെ ഇരുന്ന് ടി വിയും കണ്ടിരിക്കുന്ന കുട്ടികൾ ഒരു സ്ഥലത്ത് ജോലിക്ക് ചെല്ലുമ്പോഴായിരിക്കും സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത്. അവരെ കൊണ്ട് അത് ഫേസ് ചെയ്യാൻ പറ്റില്ല. അവരെങ്ങനെ അത് ഒരു വീട്ടിൽ ഒരു ജോലിയും ചെയ്യത്തില്ല, അച്ഛനെയും അമ്മേനെയും സഹായിച്ചു കൊടുക്കത്തില്ല. തങ്കത്തിനെയും കൊൽസുവിനെയും കാണുമ്പോൾ രണ്ടുപേരും ഭയങ്കര സ്വയം പര്യാപ്തരാണ് അല്ലെ? ഈ ഒരു പ്രായത്തിൽ തന്നെ അവർ എല്ലാം ചെയ്യാൻ അവർ ഇപ്പം സാന്ദ്രയുടെ ആ ഇപ്പം പറഞ്ഞ പോലെ തന്നെ എല്ലാ വിട്ടുകൊടുക്കലുകൾ കുഞ്ഞുങ്ങൾക്കും അവരായി വളരാൻ വിട്ടുകൊടുത്തിരിക്കുന്നത് കൊണ്ടാണെന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്.